മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ 70 മെഡിക്കൽ കോളേജുകൾക്ക് അനുമതി നൽകിയതിൽ 1000 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ലോധ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞ് സുപ്രീം കോടതി നിയോഗിച്ച പുതിയ സമിതി ചുമതലയെടുക്കുന്നതിനിടയിലുള്ള കാലയളവിലാണ് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ 70 കോളേജുകൾക്ക് അനുമതി നൽകിയത്. സംഭവത്തിൽ സുപ്രീം കോടതി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനത്തിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ലോധ കമ്മിറ്റിയെ സുപ്രീം കോടതി നിയോഗിച്ചത്. ലോധ കമ്മിറ്റിയുടെ കാലാവധി കഴിഞ്ഞതോടെ 5 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റിയെയും സുപ്രീം കോടതി നിയോഗിച്ചു. ലോധ കമ്മിറ്റിയുടെ കാലാവധി അവസാനിച്ച് മെയ് 15-ന്. പുതിയ കമ്മിറ്റി ചുമതലയേറ്റത് ജൂലൈ 18-ന്. മെയ് 31-നാണ് 70 മെഡിക്കൽ കോളേജുകൾക്കും അനുമതി നൽകി ഉത്തരവ് വന്നത്. അപ്പോൾ അവര് ലോധ കമ്മിറ്റിയുടെ കാലാവധി കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു. 1000 കോടി രൂപയുടെ ഒരു അഴിമതിയാണ് എന്ന് വേണം ഇത് അനുമാനിക്കാൻ. അനുമതി നൽകിയ മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിതാപകരമാണെന്ന് മെഡിക്കൽ കൗൺസിലിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കേന്ദ്ര ആരോഗ്യമന്ത്രിയും BJP കേന്ദ്ര നേതൃത്വവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സുപ്രീം കോടതി തന്നെ ഇക്കാര്യം അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇത് സുപ്രീം കോടതി പരിശോധിക്കണം. സുപ്രീം കോടതിയുടെ ഒരു സിറ്റിംഗ് ജഡ്ജി ഈ കാര്യങ്ങൾ പരിശോധിക്കണം. സുപ്രീം കോടതി സമീപിക്കുന്ന കാര്യം ആലോചിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. മീഡിയ 1 തിരുവനന്തപുരം.